بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഗസാലി റളിയല്ലാഹു അൻഹു ഒരു 8 ഉപദേശമാണ് തൻ്റെ ശിഷ്യന് നൽകിയത്. ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട 4 കാര്യങ്ങളും. ഉപേക്ഷിക്കേണ്ടതിൽപ്പെട്ട ഒന്ന് അദ്ദേഹം പറഞ്ഞു, തർക്കം. അനാവശ്യമായ തർക്കം, ഹക്കിന് വേണ്ടിയാണെങ്കിൽ പോലും സൂക്ഷിക്കുക, അതിൻ്റെ കുഴപ്പങ്ങൾ അദ്ദേഹം പറഞ്ഞു. വസാനി, രണ്ടാമത്തേത്, മിമ്മാ തദഉ, നീ ഉപേക്ഷിക്കേണ്ടതിൽപ്പെട്ടതായ രണ്ടാമത്തേത്, ഹുവാത് അൻ തഹ്ദറ, നീ സൂക്ഷിക്കലാണ്, മിൻ അൻ തകൂന, നീ ആകുന്നതിനെ തൊട്ട്, വാഇദൻ വ മുദക്കിറൻ, നീ ഉപദേശകനും, മുദക്കിർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ, ജനങ്ങളെ ഓർപ്പിക്കുന്നവൻ, അങ്ങനെ ആകുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കുക. ജനങ്ങൾക്ക് നീ വാത് പറഞ്ഞു കൊടുക്കുക, ജനങ്ങളെ നീ ആഖിറത്തിനെ കുറിച്ച് ഓർപ്പിക്കുക, അതിനെ തൊട്ട് നീ സൂക്ഷിക്കുക. അതായത് വലിയ ആളായിട്ടുള്ള വാതിനെ സൂക്ഷിക്കുക എന്നർത്ഥം. കാരണം ലിഅന്നഫിഹി, അതിലുണ്ട്, ആഫത്തൻ കസീറ, ഒരുപാട് അപകടമുണ്ട് അതിൽ വാഇദാകുമ്പോൾ. ഇല്ലാ അൻ തഅമല ബിമാ തഖൂലു, നീ പറയുന്നതനുസരിച്ച് നീ അമൽ ചെയ്താലല്ലാതെ. അമൽ ചെയ്യുന്നവനാണെങ്കിൽ ശരി, വാഅദ് ജോലിയുമായിട്ട് നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്ത് അമലാവുള്ളത്? അതുകൊണ്ട് നീ വാഇദാവരുത്. ഇല്ല അൻ തഅമല ബിമാ തഖൂലു അവ്വലൻ, നീ അമൽ ചെയ്താലല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അവ്വലൻ ആദ്യം നീ പറയുന്ന കൊണ്ട് അമൽ ചെയ്യുക. ഇല്ല അൻ തഅമല, നീ അമൽ ചെയ്താലല്ലാതെ, ബിമാ തഖൂലു, നീ പറയുന്നത് കൊണ്ട്, അവ്വലൻ ആദ്യം, സുമ്മ പിന്നീട്, തഅദൻ ബിഹിന്നാസ്, അതുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുക. ആദ്യം നീ അമലിൽ കൊണ്ടുവരിക, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക, പിന്നീട് അതുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വാഇദാകാം. അല്ലെങ്കിൽ നീ അതിൻ്റെ പുറകെ പോകേണ്ട, വലിയ അപകടമാണ്. കാരണം അഹങ്കാരവും അസൂയയും വലിയ പുള്ളിയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. ഫതഫക്കർ, നീ ചിന്തിക്ക്, ഫീമാ ഖീല ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിനോട് പറയപ്പെട്ട ഒരു കാര്യത്തിൽ നീ ചിന്തിക്ക്. ഈസാ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പറച്ചിലായിരിക്കാം. യബ്ന മറിയം, മറിയമിൻ്റെ മോനെ, ഖുദ് നഫ്സക, നിന്റെ നഫ്സിനെ നീ ഉപദേശിക്ക്. ഫൈനിത്തഅൽത, നീ അങ്ങനെ ആ ഉപദേശം സിദ്ധിച്ചവനായി കഴിഞ്ഞാൽ, ഫഇദിന്നാസ, നീ ജനങ്ങളെ ഉപദേശിക്കുക. ആദ്യം നീ ഉപദേശം സിദ്ധിച്ചവനാവുക, പിന്നീട് ജനങ്ങളെ ഉപദേശിക്കുക. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ, ഫസ്തഹി മിൻ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്ന് നീ ലജ്ജിക്ക് എന്ന് ഈസാ അലൈഹി സ്വലാമിനോട് അള്ളാഹു താല പറഞ്ഞതായിട്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപദേശിക്കേണ്ടെന്നല്ല, നബിമാരൊക്കെ ഉപദേശിക്കുന്നവരാണല്ലോ, അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തതാണ്. വഇനിബ്തുലീത, നിന്നെ പരീക്ഷിക്കപ്പെട്ടാൽ, ബിഹാദൽ അമൽ, ഈ അമൽ കൊണ്ട്, അഥവാ നിനക്ക് വാത് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നീ എത്തിപ്പോയി എങ്കിൽ, ഫഹ്തരിസ് അൻ ഖസ്റതൈനി, 2 കാര്യത്തെ തൊട്ട് നീ സൂക്ഷിക്കുക. 2 കാര്യം നീ സൂക്ഷിച്ച് വേണം അമൽ ചെയ്യാൻ, വാത് പറയാൻ. അല്ലൂല, ഒന്നാമത്തേത്, അനി തകല്ലുഫ് ഫിൽ കലാമി, സംസാരത്തിലെല്ലാം ഉള്ള തകല്ലുഫ്, അഭിനയം എന്ന് പറയാം, ഉണ്ടാക്കി സംസാരിക്കുക. സാഹിത്യമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, തൻ്റെ സാധാ സംസാരമല്ലാതെ ഉണ്ടാക്കി സംസാരിക്കുക. ബിൽ ഇബാറാത്തി, പുതിയ പുതിയ വാക്കുകൾ, വൽ ഇഷാറാത്തി, ആംഗ്യങ്ങൾ, താമ്മാത്തി, പിന്നെ ആക്ഷരികരമായ കാര്യങ്ങൾ പറയുക, വല്ല അബിയാത്തി, പദ്യങ്ങൾ അടിക്കുക, വല്ല അഷ്ആരി, കവിതകൾ, ഇതെല്ലാം വെച്ചിട്ട് ജനങ്ങളെ പിന്നെ പിടിച്ചു നിർത്താൻ രൂപത്തിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടലുണ്ടല്ലോ, അതിനെ തൊട്ട് നീ സൂക്ഷിക്കുക. കാരണം അല്ലാഹു തആല യുബ്ഗിദുൽ മുതകല്ലിഫീൻ, വാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നവനെ അല്ലാഹു തആല അവരെ കൊണ്ട് കോപിക്കും. അഭിനയം, വാക്കുകൾ കൊണ്ടിങ്ങനെ വാക്കുകൾ തൻ്റെ പ്രകൃതിദത്തമല്ലാത്ത വാക്കുകൾ ഉണ്ടാക്കി പറയുക, അങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹു തആല കോപിക്കും. വൽ മുതകല്ലിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ മുതജാവിസു അനിൽ ഹദ്ദി, പരിധിയെ തൊട്ട് വിട്ടുകിടക്കുന്നവനാണ്. പരിധിയെ വിട്ടുകിടക്കുക, മനുഷ്യന് സംസാരിക്കുന്നതിൻ്റെ ഒരു പരിധി, അതിനെ വിട്ടുകിടക്കുക. യദുല്ലു, അത് അറിയിക്കും, അല ഖറാബിൽ ബാത്തിൻ, അവൻ്റെ ഉള്ളു മോശമാണെന്ന് അറിയിക്കും. ഗഫ്ലത്തുൽ ഖൽബ്,
അശ്രദ്ധമാണെന്ന് അറിയിക്കും. അപ്പൊ അതിലേക്ക് പോകുന്നിടത്തോട്ട് നീ സൂക്ഷിക്കുക. പ്രമാണ തദ്ക്കീരി, യഥാർത്ഥത്തിൽ തദ്ക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുദക്കിർ മോളി പറഞ്ഞില്ലേ, യഥാർത്ഥത്തിലുള്ള തദ്ക്കീർ പറയാൻ പോകുന്നതാണ്. എന്താണത്? അൻ യദ്കുറൽ അബ്ദു, ഒരു അടിമ ഓർക്കലാണ്, നാറൽ ആഖിറത്തി, പരലോകത്തിന്റെ തീയിനെ കുറിച്ച് ഓർക്കുക. അപ്പൊ തഖ്സീറ നഫ്സി, തന്റെ നഫ്സ് വരുത്തിയ വീഴ്ചയെ കുറിച്ച് ഓർക്കുക. ഫി ഖിദ്മത്തിൽ ഖാലിഖി, സൃഷ്ടികർത്താവിനുള്ള ഖിദ്മത്തിൽ താൻ എന്തെല്ലാം വീഴ്ചയാണ് വരുത്തിയത് അതിനെക്കുറിച്ച് ഓർക്കുക. ഫയതഫക്കറ ഫി ഉംരിഹിൽ മാദി, കഴിഞ്ഞുപോയ അവന്റെ ആയുസ്സിനെ കുറിച്ച് ആയുസ്സിന്റെ വിഷയത്തിൽ അവൻ ചിന്തിക്കുക. അല്ലദീ അഫ്നാഹു, അതിനെ അവൻ നശിപ്പിച്ചു. ഫീമാ ലാ യഅ്നീഹി, അവന് പ്രയോജനമില്ലാത്ത ഒന്നിൽ അതിനെ അവൻ നശിപ്പിച്ചു. അല്ലെങ്കിൽ ഫീമാ ലാ യുഈനുഹു, അവനെ നന്മയിൽ സഹായിക്കാത്ത ഒന്നിൽ അവൻ അതിനെ നശിപ്പിച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. വയതഫക്കറ ഫീമാ ബൈന യദൈഹി, അവന്റെ മുമ്പിൽ വന്ന് ഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുക. എന്താണ്? മിനൽ അഖബാത്തി, പല കടമ്പകളും കടന്നു പോകണം. കടമ്പകൾ എന്താ? മിൻ അദമി സലാമത്തിൽ ഈമാനി ഫിൽ ഖാത്തിമത്തി, അന്ത്യസമയത്ത് ഈമാൻ രക്ഷപ്പെടാതിരിക്കുമോ എന്നുള്ള ഭയം അതുണ്ടാകണം. കൈഫിയത്ത് ഹാലിഹി ഫി ഖബ്ദി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് പിടിക്കാൻ വരുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക. വഹൽ യഖ്ദിറു അലാ ജവാബി മുൻകരിൻ വനക്കീരിൻ, മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് അവർക്ക് ജവാബ് കൊടുക്കാൻ നിനക്ക് കഴിയുമോ? യഹ്തമ്മ ബിഹാലിഹി ഫിൽ ഖിയാമത്തി, ഖിയാമത്തിലുള്ള അവന്റെ അവസ്ഥയെക്കുറിച്ച് അവൻ മനസ്സിൽ ഓർക്കുക. യഹ്തമ്മ, ഹമ്മോടുകൂടി, ഒരു മനോവ്യഥയോടുകൂടി ഓർക്കുക. വവാഖിഫിഹ, ആ ഖിയാമത്തിലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച്. സാലിമ, ഒരു കുഴപ്പവുമില്ലാണ്ട് സിറാത്ത് പാലം അവൻ വിട്ടുകിടക്കാൻ കഴിയുമോ? അതല്ല യഖഉഫിൽ ഹാവിയ, അവൻ ഹാവിയെ ചെന്ന് വീഴുമോ? ഹാവിയ എന്താണ്? മാദറാക്ക മാഹിയ നാറുൻ ഹാമിയ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുക. എന്നിട്ട് വയസ്തമിറു ദിക്റു ഹാദിഹിൽ അശിയ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത, ആ ഓർമ്മ, അതിങ്ങനെ നിത്യമായിക്കൊണ്ടേയിരിക്കുക. ഈ കൽബി, അവന്റെ കൽബില്. അങ്ങനെ ഫൈസുഹു, അത് അവനെ ഇളക്കി പുറപ്പെടുവിക്കുക. അൻ ഖറാരിഹി, സമാധാനമായി അടങ്ങിയിരിക്കുന്നതിനെ വിട്ട് അവനെ ഇളക്കി പുറപ്പെടുവിക്കുക. ഒരു സമാധാനമില്ലാണ്ട് അവനിങ്ങനെ നടക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അപ്പൊ ഫഗലയാനു ഹാദിഹിൻ നീറാൻ, ഇപ്പറഞ്ഞ തീകൾ, അഗ്നികൾ, അതിന്റെ തിളയ്ക്കൽ. വനൗഹത്തു ഹാദിഹിൽ മസാഇബി, ഈ മുസീബത്തുകളുടെ അട്ടഹാസം. യുസമ്മ തദ്കീറൻ, ഇതാണ് തദ്കീർ. ഇത് മനസ്സിൽ വരലാണ് യഥാർത്ഥത്തിൽ തദ്കീർ എന്ന് പറയുന്നത്. മുദക്കിർ ആകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകണമെന്നാണ്. ഇത് നിനക്ക് ആദ്യമായി നിന്റെ മനസ്സിൽ വരണം. വയഅലാമുൽ ഖൽഖി, സൃഷ്ടികളെ അറിയിക്കൽ. വഇത്ലാഉഹും, സൃഷ്ടികൾക്ക് ബോധം കൊടുക്കൽ. അലാ ഹാദിഹിൽ അശ്യായി, ഈ കാര്യങ്ങളുടെ മേൽ സൃഷ്ടികളെ വെളിവാക്കൽ, അവർക്ക് ബോധം കൊടുക്കൽ. തംബീഹും, അവരെ ഉണർത്തൽ. അലാ തഖ്സീരിഹിം, അവർക്ക് വന്ന് ഭവിച്ച വീഴ്ചയെ കുറിച്ച്. തഫ്രീത്തിഹിം, അതിന്റെ അർത്ഥവും അത് തന്നെയാണ്, അവർക്ക് വന്ന വീഴ്ചകൾ. തബ്സീരിഹിം ബിഉയൂബി അൻഫുസിഹിം, അവരെ ഉൾക്കാഴ്ചയുള്ളവരാക്കുക, അവരുടെ നഫ്സിന്റെ അയ്ബുകളെ കുറിച്ച് കാണുന്നവരാക്കുക. തമസ്സ ഹറാറത്തു ഹാദിഹിൻ നീറാൻ, ഈ നീറാനിന്റെ, ഇപ്പറഞ്ഞ ചിന്തയുടെ അഗ്നി, അതിന്റെ ചൂട് സ്പർശിക്കാൻ വേണ്ടി. അഹ്ലൽ മജ്ലിസി, മജ്ലിസിലെ ആൾക്കാർക്ക് ആ ചൂട്, താൻ ചിന്തിച്ച ആ കാര്യങ്ങളുടെ ചൂട് ആ മജ്ലിസിലുള്ള ആൾക്കാരെ സ്പർശിക്കാൻ വേണ്ടി. അങ്ങനെ അവരെ അത് ഇളക്കി. തിൽക്കൽ മസായിബു, ഈ മുസീബത്തുകൾ, ഈ പറഞ്ഞ ചിന്തകളും ഈ ഇടങ്ങേറുകളും അവരെ എന്താണ് പരിഭ്രാന്തിയിലാക്കാൻ വേണ്ടി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ലിയത്ദാറക്കുൽ ഉംറൽ മാദിയ, കഴിഞ്ഞുപോയ ആ ആയുസ്സിലെ വീഴ്ചകളെ അവർ വീണ്ടെടുക്കാൻ വേണ്ടി. ഖദിരി താക്കത്തി, കഴിവനുസരിച്ച്. വയതഹസ്സറു അനിൽ അയ്യാമിൽ ഖാരിയ ഫി ഗൈരി താഅത്തില്ലാഹി, അള്ളാഹുവിന്റെ താഅത്ത് അല്ലാത്തതിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളുടെ മേൽ അവരിങ്ങനെ മനക്ലേശമുള്ളവരാകാൻ വേണ്ടിയും. ഇതെല്ലാം അതിനു വേണ്ടി നീ അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. വഹാദിഹിൽ ജുംലത്തു, ഇപ്പറഞ്ഞ കാര്യം. അലാഹാദ തരീഖി, ഈ വഴി അനുസരിച്ച്. യുസമ്മ വഅദൻ, ഇതിനാണ് വഅദ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആളാകലല്ല വഅദ്, ഇതാണ് വഅദ്. ഉദാഹരണം പറയാണ് അദ്ദേഹം. ഇതുപോലെ കമാ ലൗ റഅയ്ത, നീ കണ്ടാൽ. അന്നസൈല, മലവെള്ളം. അത് ഹജമ അലാ ദാരി അഹദിൻ, ഒരാളുടെ വീട്ടിൽ വന്ന് കയറി. മലവെള്ളം ഉയർന്നു വന്നു, അവരുടെ വീട്ടിൽ ഇപ്പം ഉരുള് പൊട്ടിയില്ല, അതുപോലെ വെള്ളം വന്നു. മക്കാന ഹുവ വാഹിലുഹു ഫിയ,
അവനും അവൻ്റെ കുടുംബവും ആ വീട്ടിലുണ്ട്. അപ്പോഴാ വെള്ളം കയറി വന്നത്. അപ്പൊ തക്കൂലു അപ്പൊ നീ പറയും അൽ ഹദർ അൽ ഹദർ എന്ന് പറയും. രക്ഷപ്പെട് രക്ഷപ്പെട് രക്ഷപ്പെടുന്ന് പറയും. മിൻ ഫിറു മിനസ്സൈൽ, മലവെള്ളം കയറി ഇറങ്ങി ഓടിൻ ഓടിൻ എന്ന് പറയും. ഫിറു മിനസ്സൈൽ, മലവെള്ളത്തിൽ നിന്ന് ഓടിൻ എന്ന് പറയും. ഇതല്ലേ ഉള്ളത്. നീ അങ്ങനെയല്ലേ പറയുള്ളൂ. ആ സമയത്ത് സാഹിത്യം പറയാൻ നിൽക്കുവോ? വഹൽ യസ്തഹി ഖൽബുക, നിന്റെ കൽബ് ഇച്ഛിക്കുമോ ഫി ഹാദിഹിൽ ഹാലത്ത്, ഈ അവസ്ഥയിൽ അൻ തുഖ്ബിറ സാഹിബദ്ദാർ, ആ വീട്ടുകാരനോട് അറിയിക്കാൻ, ഖബറക്കാൻ, നിന്റെ ഈ വാർത്തയുടെ വെള്ളം വന്നെന്നുള്ളതിന് ബി തകല്ലുഫിൽ ഇബാറാത്തി, ഈ പറഞ്ഞ പിന്നെ അഭിനയപരമായ ഇബാറത്തുകൾ കൊണ്ട്, തകല്ലുഫിൽ ഇബാറാത്ത്, പിന്നെ പുതിയ വാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട്, വൻ നുക്കത്തി, പുതിയ പുതിയ നുക്തകൾ പറഞ്ഞിട്ട്, വൽ ഇഷാറാത്തി, ഇഷാറകൾ കാണിച്ചിട്ട്, ഫലാ തസ്തഹി അൽബത്തത്ത, ഉറപ്പായിട്ട് നീ എന്ത് ചെയ്യില്ല, ഒട്ടും തന്നെ അത് ആഗ്രഹിക്കുകയില്ല. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നീ പറയും, എടാ ഇറങ്ങി ഓടറാന്ന് പറയും. ഇപ്പൊ കഥാലിക്ക് ഇതാണ് ഹാലുൽ വാഹലി, ഒരു ഉപദേശകന്റെ അവസ്ഥ ഇതാണ്. ഫയംബഗി, അതുകൊണ്ട് അത്യാവശ്യമാകും അൻ തജിത്തനിബഹ, ഈ അവസ്ഥകളെ ഉപേക്ഷിക്കൽ നിനക്ക് അത്യാവശ്യം. ഏതവസ്ഥ? നേരത്തെ പറഞ്ഞ വാദിന്റെ തക്കല്ലുഫിന്റെ അവസ്ഥ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയെ ഉപേക്ഷിക്കൽ അത്യാവശ്യമാകും. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.